അപ്പം ഇതാണ് നമ്മളിന്ന് വീട്ടിലുണ്ടാക്കിയ ഗ്രീൻ സാലഡ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പറ്റിയാലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ക്യാരറ്റ്, ഉള്ളി, മാങ്ങ, പിന്നെ ചെറുനാരങ്ങ, പിന്നെ ഒരു പച്ചമുളക്, ഓക്കെ, ഹണി, തേനുണ്ട്, പിന്നെ വേണമെങ്കിൽ ഇത് ഓപ്ഷനാണ്. ഓക്കെ, ഓപ്ഷനിലാണ്. ഒലിവ് ഓയിൽ, ഇത് മല്ലിച്ചപ്പ്, കറിവേപ്പില, ഉപ്പ്, പിന്നെ മസാലകൾ. നമുക്ക് ഇത് എല്ലാ മസാലയും കാശ്മീരി മുളക് പൊടി മാത്രം മതി അല്ലേ? ഓക്കെ, അപ്പം ആദ്യത്തെ പരിപാടി എന്താ? അപ്പൊ ആദ്യം ഇതിനൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, അരിഞ്ഞിട്ട് തന്നെ ചെയ്യണം. അരിയണം അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ജൂലിയൻ ആക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അരിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആരെ അരിയുന്ന ആരാ? ഓക്കെ ഓക്കെ, അപ്പം എന്നാൽ അച്ഛൻ അരിഞ്ഞിട്ട് അതിൻ്റെ നമ്മളെല്ലാം തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അരിയാണ് ഇതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഇതാ നമ്മൾ ക്യാരറ്റ് ജൂലിയനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതാ ക്യാരറ്റ് ഇതാ വയ്ക്കുന്നു. ഇങ്ങനെയാട്ടോ അരിയേണ്ടത്, വളരെ മൈന്യൂട്ടായിട്ട് തോലൊക്കെ പോക്കിയ ശേഷം അങ്ങനെ കട്ട് ചെയ്താൽ മതി. അമ്മ അവിടെ എന്തോ പരിപാടിയില്ല. അപ്പോൾ ഇനി മാങ്ങ അരിയാനുണ്ട്. മാങ്ങ അരിയണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാട്ടോ ഗായ്സ് അരിയേണ്ടത്. ജൂലിയനാണേ. ഓക്കെ, അപ്പോൾ ഇനി മാങ്ങ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിതാ മാങ്ങയും അതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ മാങ്ങ ഇതാ ഇടാൻ പോകുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി അരിയൂല്ലേ? അതുപോലെ ഉള്ളി ഇങ്ങനെ നിങ്ങൾ സ്ലൈസ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലേക്ക് കിട്ടും. മാങ്ങയുടെ തോലൊന്നും പോക്കണമെന്നില്ല കേട്ടോ. ഓക്കെ, പിന്നെ മാങ്ങ സെലക്ട് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം. വലിയ പുളിയില്ലാത്ത മാങ്ങ സെലക്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, അപ്പം ഇനി ഉള്ളി അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിതാ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇതാ ഓക്കെ, ഉള്ളി ആഡ് ചെയ്യാണ്. ഇനി അടുത്തത് എന്താ പരിപാടി? മല്ലിച്ചപ്പ് അല്ലേ? ചോപ്പ് ചെയ്യും അല്ലേ? അപ്പം മല്ലിച്ചപ്പും കറിവേപ്പിലയും നന്നായിട്ട് ചോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ, വെറുതെ സമയം കളയുന്നില്ല. നമ്മൾ നമ്മുടെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, മാങ്ങ, മല്ലിയില, മുളക്, കറിവേപ്പില, നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് മിക്സിങ് അല്ലേ? ഓക്കെ, അപ്പോൾ മിക്സിങ്ങിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മിക്സിങ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ച 3 ഐറ്റംസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കറിവേപ്പില ആഡ് ചെയ്തു. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. ഓക്കെ, പച്ചമുളക് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇനി മല്ലിയിലയും കൂടിയുണ്ട്. ഓക്കെ, മല്ലിയിലയും ആഡ് ചെയ്തു. ഇനി നമ്മൾ നാരങ്ങ പിഴിയും അല്ലേ? ഒരു പകുതി യൂസ് ചെയ്താൽ മതി അല്ലേ? ചെറിയ പുളി ഓൾറെഡി മാങ്ങയിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നാരങ്ങയും കൂടി പിഴിയുന്നു. ഓക്കെ ഓക്കെ ഗായ്സ്, നമ്മളിതാ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തു. നെക്സ്റ്റ് എന്താ? ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. എന്താ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തു. ഇനി അടുത്ത പരിപാടികൾ കണ്ടു. ഡ്രസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേൻ 2 ടീസ്പൂൺ. ഓക്കെ, 2 ടീസ്പൂൺ തേൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 2 ടീസ്പൂൺ തേൻ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, ഉപ്പിട്ടു, തേനൊഴിച്ചു. ഇനി എന്താ ഒലിവ് ഓയിൽ അല്ലേ? ഓക്കെ, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൈകൊണ്ട് മിക്സിങ് അല്ലേ? ഓക്കെ, അതന്നെ തായ് സാലഡ് പോലെ, തായ് വെജിറ്റബിൾ സാലഡ് തന്നെ.
ഏറെക്കുറെ. തായ് സാലഡ്സിൽ ഇത് ആഡ് ചെയ്യും. ഫിഷ് സോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മീൻ കൊണ്ട് ഉണ്ടാക്കുന്ന. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബീഫില്ലേ, ബീഫ് വറുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തായ് ബീഫ് സാലഡ് ആവും. ഓക്കെ, കുറച്ചും കൂടി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇതൊന്ന് കുട്ടപ്പനായതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് വെള്ള ബൗളിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, ഊഹ് കൊത്തിയായിട്ട് വയ്യ. അമ്മയാണ് പുളിയുടെയൊക്കെ ആള്. വാ, ആ പിന്നെ അമ്മ 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 അത് പോയി മുഴുവൻ. ഓക്കെ, അപ്പം നമ്മുടെ സാലഡ് ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ടേസ്റ്റിംഗ് ആണ്, കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ടേസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് അമ്മയാണ് ആദ്യം കൈ നീട്ടുന്നത്. ഓക്കെ, ഞാൻ നന്നായിട്ടോ. അമ്മയ്ക്ക് പിന്നെ പുളി മതിയല്ലോ. അടിപൊളിയോ. ഇതിനകത്ത് നമ്മുടെ ഇതിടും, നിലക്കടല വറുത്തിട്ട് ആഡ് ചെയ്യും. അതുകൊണ്ട് തായ് സാലഡ്സിൽ ആഡ് ചെയ്യും. അടിപൊളി സാധനം ഉണ്ടോ ഗൈസ്? ഞാനിത് പണ്ട് കഴിച്ചിട്ടുണ്ട്. കൂട്ടി പിടിക്കാം. ഓക്കെ, അമ്മ 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 ഡിന്നറിന് കിട്ടിയത് തന്നെയാണ് ഉമ്മ ഏതാ സാധനം. ഓക്കെ ഗൈസ്, അപ്പം ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോളൂ, നമുക്ക് തീർക്കണ്ടേ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. അടിപൊളി സാധനം ഉണ്ടോ.